ഇറാന്റെ ആക്രമണ അവകാശവാദങ്ങൾ തള്ളി US സെൻട്രൽ കമാൻഡ്. US 5-ാം കപ്പൽ പടയ്ക്കും കുവൈറ്റിലെ വ്യോമതാവളത്തിനും നേരെ ആക്രമണം നടത്തിയെന്ന വാദമാണ് തള്ളിയത്. ഇറാന്റെ എല്ലാ ആക്രമണങ്ങളും തകർത്തതായും ആക്രമണത്തെയും പ്രതിരോധിക്കാൻ US സജ്ജമാണെന്നും സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇതിനിടെ ഇറാന്റെ ഖാഗ് ദ്വീപിൽ നിന്ന് എണ്ണ കയറ്റാനെത്തിയ MV ലെക്സി എന്ന ബോട്സ്വാന കപ്പൽ US സേന തടയുകയും ചെയ്തു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഇറാന്റെ അവകാശവാദങ്ങൾ തള്ളിയിരിക്കുകയാണ് അമേരിക്ക. കപ്പൽ പടയെ ആക്രമിച്ചെന്ന വാദം വ്യാജമെന്നാണ് പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഗോപിക, ഇപ്പോൾ US സെൻട്രൽ കമാൻഡിന്റെ ഒരു വിശദീകരണം, ഔദ്യോഗികമായ വിശദീകരണം തന്നെയാണ് പുറത്തു വന്നത്. നേരത്തെ IRGCയുടെ അവകാശവാദങ്ങളെല്ലാം തന്നെ വാർത്തയായി പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായൊരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ US കപ്പൽ പടയ്ക്ക് നേരെയും അതുപോലെ തന്നെ കുവൈറ്റിലെ വ്യോമതാവളത്തിന് നേരെയും ആക്രമണം നടത്തിയെന്നായിരുന്നു IRGCയുടെ അവകാശവാദം. തീർച്ചയായും അത്തരത്തിലൊരു ആക്രമണം, മിസൈലുകളും ചെറു റോക്കറ്റുകളും ഒക്കെ ആക്രമിച്ചു എന്നതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ഒരു ആക്രമണവും തങ്ങളുടെ സൈനിക സ്വത്തിന് നേരെ നടത്തിയത് വിജയിപ്പിക്കാൻ IRGCക്കായിട്ടില്ല. അല്ലെങ്കിൽ ആ ആക്രമണങ്ങളെല്ലാം തന്നെ US സെൻട്രൽ കമാൻഡ് പൂർണ്ണമായും തകർത്തുവെന്നും ഒരു പ്രത്യേക ഇടവേളയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രത്യാക്രമണം നടത്തിയെന്ന സ്ഥിരീകരണവും US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നത് ഇത്തരത്തിലുള്ള പല അവകാശവാദങ്ങളും IRGCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കഷം ഐലൻഡിലുണ്ടായ ചില നീക്കങ്ങളുടെ ഭാഗമായാണ്, അതിന് പ്രതികാരമായാണ് ഇത്തരം നടപടി എന്നൊക്കെയുള്ള വിശദീകരണങ്ങളാണ് IRGCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ IRGCയുടെ ഈ അവകാശവാദങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് US സെൻട്രൽ കമാൻഡിന്റെ ഔദ്യോഗികമായ രേഖകൾ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന രേഖകളെല്ലാം തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കൃത്യമായും അക്കാര്യം പൂർണ്ണമായും ഫാക്ട് ചെക്കിങ്ങിലൂടെ നിഷേധിക്കുകയാണ് US സെൻട്രൽ കമാൻഡ് എന്നതും ഇതിൽ നിന്നും വ്യക്തമാണ്. മറ്റൊരു നിർണായക വിഷയം എന്ന് പറയുന്നത് ലെക്സി എന്ന് പറയുന്ന ഒരു കപ്പൽ, അതായത് ബോട്സ്വാനയിൽ നിന്നും എണ്ണ കയറ്റുന്നതിന് വേണ്ടി ഖർഗ് ദ്വീപിലേക്ക്, നമുക്കറിയാവുന്നതാണ് ഖർഗ് ദ്വീപ് എന്ന് പറയുമ്പോൾ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ നിക്ഷേപ കേന്ദ്രമാണ്. അവിടെ നിന്നും ക്രൂഡ് ഓയിൽ കയറ്റുന്നതിനെ US ഉപരോധം ലംഘിച്ച് കടന്നു വന്ന ആ കപ്പലിനെ കൃത്യമായി തടയുകയും ചെയ്തു എന്നും US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നുണ്ട്. അത് ഇത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. ഇന്നലെയും സമാന രീതിയിൽ ഒരു കപ്പൽ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ തുടർച്ചയായി കപ്പലുകൾക്ക് നേരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, അതായത് ഇറാന്റെ എണ്ണ വിൽപ്പനയിലൂടെ ഇറാന്റെയും IRGCയെയും സമ്പന്നമാക്കുന്ന നീക്കങ്ങളെ പൂർണ്ണമായും തടയിടുക എന്ന കൃത്യമായ നീക്കമാണ് US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏറ്റവും നിർണായകമാകുന്നത് IRGCയുടെ സ്വാധീനം, അനാവശ്യ സ്വാധീനം മൂലം ചർച്ചകൾ മുടങ്ങുന്നു എന്ന ഒരു നിലപാട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന ചില വിഷയങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിനെതിരെ ശക്തമായ നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശരി, ഐസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.